എല്ലാവർക്കും നമസ്കാരം. കാഷ്വൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അഖിൽ വിനയാണ്. ഒരു യുവ കലാകാരനാണ്, മ്യൂസിക് ഡയറക്ടറാണ്, പാട്ടുകാരനാണ്, വയലിൻ വായിക്കും, ഗിത്താർ വായിക്കും, എടുത്തു പറയേണ്ടത് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. എന്തായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം അഖിലെ, എന്തുണ്ട്? സുഖം. സുഖം. എങ്ങനെ പോണ് നമ്മുടെ കലാപ്രവർത്തനമൊക്കെ? ഒരു സകലകലാവല്ലവനാണ് പുള്ളി. അടിപൊളിയായിട്ട് പോണേ. ഇപ്പം ഇടയ്ക്ക് എന്തോ പാട്ടെന്തോ എഴുതിയെന്ന് പറഞ്ഞല്ലേ? ചെയ്തോണ്ടിരിക്കുന്ന വെബ് സീരീസിൽ പാട്ട് എഴുതി, സ്വന്തമായിട്ട് എഴുതി. പാടിയത് പാടിയത് ഞാൻ തന്നെ. എന്താ ചോദ്യം? ഞാൻ തന്നെയാണ് പാടുന്നത്. അതിന് പ്രത്യേകതയില്ല, പ്രസക്തിയില്ല. അതുകൊണ്ട് ആര് പാടുന്നുള്ള ചോദിക്കേണ്ട ആവശ്യമില്ല, പാടുന്ന. പിന്നെ അതുപോലെ തന്നെ അഭിനയം എങ്ങനെ പോകുന്നുണ്ട്? അഭിനയം ഇപ്പം റീസെന്റ് ഒരു ആൽബത്തിൽ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, വെബ് സീരീസിന് ശേഷം. അത് ഷോർട്ട് ഫിലിം, പിന്നെ വെബ് സീരീസ്, ഇപ്പൊ ഒരു ആൽബം കുറച്ചായി. എന്നാൽ ഇപ്പം കഴിഞ്ഞ എന്റെ 30 ആഴ്ച ഒരു ആൽബം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രോഡക്റ്റ് തന്നെയാണ്. റീസെന്റ് അത് പ്രൊഡ്യൂസർ കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് വയ്യ, നമ്മളത് ഇവിടെ ജീവിക്കാൻ സമ്മതിക്കൂലേ? തട്ടിമുട്ടി പോണെന്നുള്ളത്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു വെബ് സീരീസ്? വെബ് സീരീസ് കൊള്ളാം. അത് റിലീസിന് ഏതാണ്ട് വരുന്നതേ ഉള്ളൂ. അതിന്റെ SFXന്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. കുറച്ച് വലുതാണ്, ഹെവിയാണ്. ഏതെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിലാണ്? അത് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഓൺലൈൻ തന്നെ ഇരിക്കുന്നത്. അതെ, ഞാൻ ചോദിച്ചാൽ അങ്ങനല്ല, ഏതെങ്കിലും സോണി ലൈവിലോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. ആണോ? കാര്യം അത് ഇനി ഒത്തിരി വർക്ക് ഡബിംഗ് ഒക്കെ പെൻഡിങ് ആണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഡയറക്ഷനിലോട്ട് ഇല്ല, തൽക്കാലം കാണാന്നുള്ളവരുള്ളതുകൊണ്ട് അവിടെ കൂടെ അവരെ കൂടെ വെറുപ്പിക്കണ്ടല്ലേ, അവിടെ കൂടെ കയറി കൈവെക്കണ്ട. അപ്പോ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഒരു ഭയങ്കര ഒത്തിരി ടാസ്ക് ആയിരുന്നില്ലേ? അതിലൊത്തിരി കാര്യങ്ങള് ചെയ്തു തീർക്കാനായിട്ടുണ്ട്. കാരണം കണ്ണൂരൊരാൾ അഭിനയിക്കുന്ന പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. സോറി, ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. അദ്ദേഹത്തിന് എത്രാമത്തെ വയസ്സിൽ? 4 കണ്ടുപിടിച്ചു. എത്രാമത്തെ? 4-ാമത്തെ വയസ്സിലല്ലേ കണ്ടുപിടിച്ചു. 17 പോയി. 4-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കാഴ്ച കുറഞ്ഞു വന്നു തുടങ്ങി. 17-ാമത്തെ വയസ്സിൽ കാഴ്ച പൂർണ്ണമായിട്ട്, 2 കണ്ട് കാഴ്ച പൂർണ്ണമായിട്ട് നശിച്ചു. കണ്ടിന്യൂ. അതാണ് ഞാൻ എടുത്ത് പറയേണ്ടത്. കാരണം ഇത്രയും ഇതുകൊണ്ടായിട്ട് പോലും ഈ കലയ്ക്ക് വേണ്ട ഡെഡിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്, അത് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോ ഈ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന്, ഷോർട്ട് ഫിലിം അല്ല മെയിൻ ആയിട്ട്, നമുക്ക് എപ്പോഴും സിനിമ, മൂവി എന്ന് തന്നെയാണ് തോന്നുന്നത്. എപ്പോഴും അതിലോട്ട് കയറുക. പക്ഷെ അതിനൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന രീതിയിലാണ് എന്തെങ്കിലും ഞാൻ ചെയ്യണത് എക്സിബിറ്റ് ചെയ്യണമല്ലോ. അപ്പം ഈ കൊറോണ ടൈമിൽ ഞാനൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു ആഴ്ചയിൽ ഓരോ ടാസ്കിങ് തരും. ഇന്ന രീതിയിൽ അഭിനയിച്ചിടും. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടു. ആദ്യത്തിൽ ഒരു ചെയറിൽ ഇരുന്നിട്ടാണ് അഭിനയിച്ചതേ ഉള്ളൂ. അപ്പൊ അതിൽ കമന്റ്സ് വന്നതിൽ ഒരു കമന്റ് ഒന്ന്, അവൻ ആ ലിമിറ്റേഷനിൽ ഇരുന്നിട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ലിമിറ്റേഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം റൂമിൽ ഫുൾ നടന്നിട്ട് അഭിനയിച്ചു. അപ്പൊ അവിടെ നല്ല കമന്റ്സ് വന്നു. അപ്പൊ അവര് പറഞ്ഞു ലിമിറ്റേഷനിൽ നിന്നിട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം പിന്നെ വീടിന്റെ ഫ്രണ്ട് ഗേറ്റ് ഒക്കെ തുറന്നിട്ട് സ്റ്റെപ്പൊക്കെ ചാടി കയറി വന്ന് എന്നിട്ട് അഭിനയിച്ചു. അവരോട് നിർത്തി. അപ്പുറത്ത് പറഞ്ഞാൽ എനിക്ക് വേറെ ചെയ്യേണ്ടി വന്നേനെ. അപ്പൊ അത് സംഭവിച്ചില്ല. അപ്പൊ അതിനുശേഷമാണ് മനസ്സിലായത്, ഒരു ഷോർട്ട് ഫിലിം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ എലമെന്റ്സ് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് അങ്ങ് ചെയ്തുകൂടെ. അപ്പൊ സ്റ്റോറിയേക്കാളും ഞങ്ങളൊരു സിറ്റുവേഷൻ ബേസ് ചെയ്യാണ് ഷോർട്ട് ഫിലിം. അതാണ് ഒരു കാറിൽ പുറത്തു പോകുന്നു വൈഫുമായിട്ട്, എന്നിട്ട് ഒരു വൈഫാണ്. അല്ല, അവിടെ അതിപ്പോ നമ്മള് ഫേക്ക് ചെയ്തു. ഞാനല്ല, അന്ന് ഞാനത് ചെയ്തിട്ടില്ല. അത്രേ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ടെലികാസ്റ്റ് ആയതല്ലേ? ചെയ്തത് നമ്മുടെ യൂട്യൂബ് ചാനൽ അക്യൂസ്റ്റിക് മ്യൂസിക് മാനിലുണ്ട്. അപ്പൊ അതിൽ സീൻ ഞാൻ ജസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ വൈഫായിട്ട് ജസ്റ്റ് പുറത്ത് പോകുന്നു. പ്രഗ്നന്റ് ലേഡിയാണ്. അപ്പൊ പുറത്ത് പോകുമ്പോൾ കുറച്ച് ബൈക്കേഴ്സ് നമ്മളെ ഒന്ന് സറൗണ്ട് ചെയ്ത് പിന്നെ ഫൈറ്റ് ആണ്. കാറിന്റെ പുറകെ ചെറിയ ചേസ്, പിന്നെ ഫൈറ്റ്. അങ്ങനത്തെ ഒരു ഫൈറ്റ് മെയിൻ ആയിട്ട് വെച്ചുള്ള ആക്ഷൻ, ഒരു ത്രില്ലർ രീതിയാണ് സംഭവം ചെയ്തത്. അപ്പൊ അന്ന് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ചെയ്തു വെച്ച് എക്സിബിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം വെബ് സീരീസിന് വേണ്ടി ഒരു ടീമിന് മുമ്പിൽ ഞാൻ കാണിച്ചു കൊടുക്കുക, ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അത് വേറെ ടീമാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ എന്റെ സ്കിൽസ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള അഭിനയിക്കാൻ, കുറച്ച് കൂടുതൽ അഭിനയിക്കാനായിട്ട് അന്നൊരു 17 മിനിറ്റിന്റെ ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഇത്തവണ ഒരു 40 മിനിറ്റിന്റെ വെബ് സീരീസ് ആണ്. അപ്പൊ ഇപ്പൊ അതാണ് ചെയ്തത്. അപ്പൊ ഇനി അടുത്തത് അതിനെക്കാളും എന്തായാലും വരണം. ആൽബം ആൽബം ചെറിയൊരു ആൽബം. അത് ബാർബി ഗേൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ബാർബി പാട്ടാണ്. അതിന് ഞാൻ അക്കപ്പയിലാണ് PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അക്കേപ്പല്ല വിത്ത് ബോഡി പെർക്കഷൻ, അതായത് നമ്മൾ ടാപ്പ് ചെയ്തും ക്ലാപ്പ് ചെയ്തൊക്കെ ചെയ്യുന്ന ബീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫോം റീസെന്റ് ഇവിടെ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡെമോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഞാൻ അക്കപ്പല്ല പ്ലസ് ബോഡി പെർക്കഷൻ എന്നിട്ട് ബാർബി ഗേൾ ചെയ്തതാണ്. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്ന പ്രോജക്ട് ഈ ആൽബം. ഇല്ല. എങ്ങനെയാണ് ഈ കലാരംഗത്തേക്ക് വരാനുള്ള ഒരു എന്ത് പറയാൻ ഒരു ഇത്? ആക്ച്വലി
എന്റെ പാരന്റ്സ് സ്കൂളുണ്ട്, തില്ലാന സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്. അപ്പം ആദ്യം തൊട്ട് ഞാൻ അവിടെ തന്നെ പഠിക്കുന്നത്, പാട്ടും ഡ്രോയിങ്ങും ഇങ്ങനെയുള്ള എല്ലാം ആർട്സും ഞാൻ അവിടെ തന്നെ പഠിച്ചത്. പിന്നെ ആക്ച്വലി മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാനാണ് എനിക്ക് ഉണ്ടായത് ആഫ്റ്റർ 12th. അന്നേരം ഈ കണ്ണിന്റെ പ്രശ്നം കയറിയതുകൊണ്ട് എനിക്ക് എൻട്രൻസ് എഴുതാൻ പറ്റില്ല. അപ്പൊ ഞാൻ നേരെ മ്യൂസിക് കോളേജിലോട്ട് പോയി. മ്യൂസിക് കോളേജിൽ പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഗിറ്റാർ ആണെങ്കിലും അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കരാട്ടെ അതിനുശേഷം കോളേജ്. എത്രാമത്തെ വയസ്സിലാണ് കരാട്ടെ തുടങ്ങിയത്? കരാട്ടെ ഞാൻ ആക്ച്വലി 2-3 പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ആദ്യം പഠിക്കുന്ന 2003. ഞാൻ ബ്രൂസ് ലീയുടെ നല്ല ഫാനാണ്. അപ്പൊ അന്ന് കാണാനുള്ള സമയത്ത് ബ്രൂസ് ലീ മൂവീസ് ഒക്കെ 4-ാമത്തെ വയസ്സിന് മുമ്പേ? 4 ശേഷം 2003 എന്ന് പറയുമ്പോ അതെ, എനിക്ക് അതിനേക്കാളും പ്രായമുണ്ട്. അത്യാവശ്യം കാണാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കണ്ടുപിടിച്ചു, ഒരു ഷോർട്ട് സൈറ്റ് എന്ന രീതി കണ്ടുപിടിച്ചതേ ഉള്ളൂ. എന്താണ് ഈ അസുഖം? ഇതിന്റെ പേര് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്നാണ്. അത് റെറ്റിനയിൽ ഇങ്ങനെ പിഗ്മെന്റ്സ് ചെറുതായിട്ട് പൗഡേർഡ് സബ്സ്റ്റൻസസ് വന്നിട്ട് ഇൻ ഫ്യൂച്ചർ അതെല്ലാം വലിയ സ്പേസ് ആയിട്ട് മാറും. അങ്ങനെ ഇവഞ്ച്വലി ബ്ലൈൻഡ് ആയി മാറുന്ന അന്നേ അറിഞ്ഞത് തന്നെയാണ്. ഇപ്പൊ ഞാൻ 4th പഠിക്കുമ്പോഴേ അറിഞ്ഞതന്നെ. അപ്പൊ അത് അങ്ങനെ ഒരു ഷോക്കിംഗ് സംഭവമൊന്നുമല്ല. എന്നാ ഞാൻ പറഞ്ഞത്, അപ്പൊ ഇങ്ങനെ ബ്രൂസ് ലീ മൂവീസ് ഒക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് 2003 എനിക്ക് നമുക്കിവിടെ കരാട്ടെ ആണെന്ന് പഠിക്കാൻ പറ്റുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് 2 months പഠിച്ചു. പിന്നെ 2008 ഞാൻ എന്റെ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു കരാട്ടെ. അപ്പൊ അന്ന് ഞാനൊരു 8 വർഷം പഠിച്ചു. അതിനുശേഷം അന്ന് കണ്ണാടി ഉണ്ട്. പക്ഷെ 8th പഠിക്കുമ്പോ അപ്പൊ അഖിൽ ചേട്ടൻ കണ്ണാടി മാറ്റിയ എന്നൊക്കെ പിള്ളേര് ചുമ്മാ ഒരു കാര്യമില്ല. എനിക്ക് കണ്ടുകൂടെന്ന് എനിക്കെല്ലാം അറിയാം. കണ്ണാടി മാറ്റിയ കലിപ്പാണ്. കണ്ണാടി എനിക്കൊന്നും കണ്ടുകൂടാ. അല്ല, പിള്ളേർ ഉദ്ദേശിക്കുന്ന കലിപ്പാണ്. ഉദ്ദേശിക്കുന്ന അങ്ങനെ ഭയങ്കര സംഭവമാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ടോട്ടൽ ബ്ലൈൻഡിന് ശേഷം 2015 ഞാൻ അവിടെ മെഡ്മാർഷ്യൽ എന്ന ഡോയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഇക്ബാൽ സാറാണ് എന്റെ മെയിൻ. പിന്നെ അബ്ദുള്ള സാറിന്റെ കീഴിലാണ് ഞാൻ പഠിച്ചത്. സാർ ഇവിടെ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പഠിച്ച് 2020 അവിടെ കൊറോണയ്ക്ക് ജസ്റ്റ് മുമ്പ് ബ്ലാക്ക് ബെൽറ്റ്. കഴിഞ്ഞ വർഷം 2024 സെക്കൻഡ് ബ്ലാക്ക്. അതാണ് കരാട്ടയിൽ. കോമ്പറ്റീഷൻ ഒക്കെ പോകാറുണ്ട് ഇപ്പോഴും? ഇല്ല, ഞാൻ ഇപ്പൊ ഒന്നും പോയില്ല. അന്ന് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ തന്നെ മെഡ്മാർഷ്യലിന്റെ കീഴിൽ നടത്തിയത് തന്നെ. അതില് 2 times ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഏത് വർഷം എനിക്ക് ഓർമ്മയില്ല. അതാണ് കരാട്ടയിൽ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് അങ്ങനെ സെക്കൻഡ് ടൈം. ഇപ്പം എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഞാൻ ആദ്യം കൂടെ പഠിപ്പിക്കുന്ന കർണാട്ടിക് മ്യൂസിക് മാത്രമാണ്. പിന്നെ അക്കപ്പല്ല ട്രെയിനിങ് കൊടുക്കാറുണ്ട്. എന്റെ ടോപ്പിക് അതാണല്ലോ, PhD ടോപ്പിക് അതാണ്, അക്കപ്പല്ല ട്രെയിനിങ് വിത്ത് ബോഡി പെർക്കഷൻ. ഇത്ര ഞാൻ പഠിപ്പിക്കുന്നത്, വേറെ ഒന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. ഗിറ്റാർ വയലിൻ എല്ലാം അതൊക്കെ ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യും. പെർഫോമൻസും എന്തെല്ലാം ഇൻസ്റ്റൻസ് ആണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോഴല്ല, നേരത്തെ എന്റെ ഓർമ്മകളിൽ നിന്ന് എടുക്കേണ്ടി വരും. കാരണം അത് ഞാൻ ഇപ്പൊ വായിക്കാറില്ല. ഞാൻ മൃദംഗം വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. വയലിനും ഈസ്റ്റേണും വെസ്റ്റേണും ചെയ്തിട്ടുണ്ട്. പിയാനോ അതുപോലെ തന്നെയാണ്, വെസ്റ്റേൺ പഠിച്ചത് തന്നെയാണ്. അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോഴെന്തൊക്കെയാണ്? ഇപ്പൊ ഗിറ്റാർ മാത്രമാണ്. ഗിറ്റാറിലെ ഫോക്കസ്, കംപ്ലീറ്റ് ഫോക്കസ് ഗിറ്റാറിലാണ്. ക്ലാസിക് ഗിറ്റാർ എന്ന് പറയും. ഫിംഗർ പിക്ക് ചെയ്ത് വായിക്കുന്നത്. ആണ് എന്റെ 3 വിരലും ഇങ്ങനെ നഖം ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. നഖം വെച്ച് വായിക്കുന്നത്. പിന്നെ പാട്ട് എഴുതാറുണ്ടോ? ഇപ്പൊ ഒരെണ്ണം എഴുതി വെബ് സീരീസിന് വേണ്ടി. പിന്നെ തൊട്ടുമ്പത്തെ ഷോർട്ട് ഫിലിമിന് പകുതി ആ പാട്ടിൽ ഞാൻ എഴുതിയത്. എന്റെ ലിറിസിസ്റ്റ് സമയത്ത് എഴുതിയില്ല. പിന്നെ ഞാൻ പിന്നെ ബാക്കി എഴുതി ചെറുത് നമ്മൾ കൈവയ്ക്കേണ്ടി വന്നു സംഭവം. പിന്നെ ഇത്തവണത്തെ ഞാൻ തന്നെയാണ് അത് അങ്ങനെ വേണം എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ എഴുതിയത് ഒരു സോങ് ഉണ്ട്. ഇപ്പൊ പോയ്സൺ സ്വൈൻ എന്നാണ് വെബ് സീരീസിന്റെ പേര്. അപ്പൊ അതേ പേര് തന്നെ, പോയ്സൺ സ്വൈൻ എന്ന പേര് തന്നെയാണ് പാട്ടും ചെയ്തത്. ഇപ്പൊ എഴുതിയ പാട്ടില്ലേ, എന്തോ റിലീസ് ചെയ്തത്, ആ ഒരു പാട്ട് 2 വരി പ്രേക്ഷകർക്ക് ഇറങ്ങാൻ പോകുന്ന പറഞ്ഞായിരിക്കും നല്ലത്. ഇറങ്ങിയവര് കേട്ടാണല്ലോ. അല്ല, എന്നാലും ജസ്റ്റ് അതും പാടാം, ഇത് പാടാം, 2 പാടാം. അത് ഇറങ്ങാൻ പോകുന്നത് പോയ്സൺ സ്വൈൻ തന്നെ ഒരു മലയാളം പാട്ടുണ്ട്. ഞാൻ എഴുതിയല്ല, വേറെ എന്നുള്ള ആൾക്കാർ. കോമഡിയാണല്ലോ ഫുള്ള്. അല്ല, മലയാളം ഞാൻ എഴുതിയ ശരിയാവത്തില്ല. ഒരു നോവായിന്നൻ അകതാരിൽ മെല്ലെ നിറയുന്നു കുളിരോലും ഓർമ്മകൾ നീളമായി, അതിലോലം എൻ മനം ശ്രുതിമീട്ടും തന്ത്രിയായി എൻ മിഴിക്കുമ്പിളീറനായി. ഒരു നോയിന്നൻ അകതാരിൽ മെല്ലെ നിറയുന്നു കുളിരോലും ഓർമ്മകൾ ഈണമായി. അടിപൊളി, 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 സൂപ്പർ. ഇത് വെബ് സീരീസ്. മറ്റേ ആൽബത്തിന് ഷോർട്ട് ഫിലിം ആണല്ലേ എഴുതിയത്? അല്ല, ഇതിൽ തന്നെ എഴുതിയത്.
ഏതില് വെബ് സീരീസിൽ അല്ല ഒന്ന് റിലീസായില്ലേ? അത് ഷോർട്ട് ഫിലിം. ഷോർട്ട് ഫിലിമില്ല, അത് അത് ഇംഗ്ലീഷാണ്. ഓക്കെ. ഇതും ഇംഗ്ലീഷാണ്. ഇതിൽ ഞാൻ എഴുതിയത് ഇംഗ്ലീഷ് സോങ് തന്നെ. പോയിസൺസ് വൈൻ എന്നത് ഇംഗ്ലീഷ് സോങ് തന്നെയാണ് ഞാൻ എഴുതിയത്. അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു? അല്ല, ഇംഗ്ലീഷ് തന്നെ എഴുതി. ഇപ്പൊ ഇത് മലയാളം 3 പാട്ടുണ്ട്. ഒരു പാട്ടുകാരൻ ചെയ്യണമായോണ്ട് പാട്ടിന് ഒരു പഞ്ഞം പാടില്ല. അതുകൊണ്ട് വെബ് സീരീസിൽ 3 പാട്ടുണ്ട്, 3 എപ്പിസോഡ് ഉണ്ട്. 3 പാട്ട് വെച്ചിട്ടുണ്ട്. വാരി പിടിച്ചിട്ടല്ലേ പറ്റണോ? അതെ. അടുത്ത പുതിയ പ്രോജക്റ്റുകൾ പുതിയ വേറെ എന്തൊക്കെയുണ്ട് പ്ലാനിങ്ങില്? ഇനി പ്രോജക്റ്റുകളേ ഉള്ളൂ. അങ്ങനെ സിനിമ എന്ന രീതി മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ അതൊരു മെസ്സേജ് കൺവേ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമാണ്. തീർച്ചയായിട്ടും. അല്ല, നമ്മളിപ്പോ ഒത്തിരി ന്യൂസ്, ഇപ്പൊ ഈ പോയിസൺസ് വൈൻ എന്ന് പറയുന്ന വെബ് സീരീസ് പോലും ഞാൻ ന്യൂസ് കോൺസെൻട്രേറ്റ് കണ്ടതിന്റെ പരിമിത ഫലമാണ് എന്ന് ഞാൻ പറയാം. കാര്യം നമ്മളിവിടെ ഒത്തിരി ക്രൈം കണ്ടിട്ടുണ്ട്. ഇപ്പം ജോളി ഒരു ഫാമിലിയെ കൊന്നതും ക്രൈം ആണല്ലേ. ക്രൈം, ആക്ഷൻ, സസ്പെൻസ്, ത്രില്ലറാണ് പോയിസൺസ് വൈൻ. നിങ്ങൾ വേണ്ടാക്ക അതിലുണ്ട്, എല്ലാം ഉണ്ട്. കോമഡി ഒഴികെ, കോമഡി ഒന്നും അതിലില്ല. കാര്യം ഇങ്ങനത്തെ മുഖമല്ലോ തൂക്കി പിടിച്ച് വേറെ രീതിയിലൊക്കെയാണ് അഭിനയിച്ചത്. അപ്പം ലുക്കൊക്കെ മാറ്റി, താടിയുണ്ട്, താടി വേറൊരു സ്റ്റൈല്. മെയിൻ ക്യാരക്ടർ പിന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നീ അഭിനയിച്ചു എന്നേ പറയാൻ പറ്റുമോ? നമ്മൾ വിളിക്കാൻ അഭിനയിക്കും അടുത്ത പ്രാവശ്യം വിളിക്കും. അടുത്ത പ്രാവശ്യം മറന്നു പോണേ. എനിക്ക് രക്ഷപ്പെട്ടത് 10 പേര് കൂടുതൽ കാണും. അല്ല ശരിയാണ്. അപ്പൊ ഇങ്ങനെ ക്രൈമുകൾ ഒത്തിരി കൂടിയ പിന്നെ ഉത്തരയുടെ കേസ് ഉണ്ടല്ലോ, പാമ്പിനൊക്കെ അല്ല, പിന്നെ ഗ്രീഷ്മ കഷായം കൂടെ, ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഈ പോയിസൺസ് വൈൻസ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനോട് ഇങ്ങനത്തെ ക്യാരക്ടർ ഇതൊക്കെ ഫേസ് ചെയ്യാൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പം അതാണ് ആ പ്രോജക്റ്റിൽ വരുന്നത്. ഇനി അപ്പൊ അടുത്ത പ്ലാൻ ചെയ്തിരിക്കുന്ന YDD ലൈവ് എന്ന് പറഞ്ഞിട്ട്, YDD ലൈവ്, അതൊരു ബ്ലൈൻഡ് ക്യാരക്ടർ. എന്റെ പേര് തന്നെ ബ്ലൈൻഡ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എന്റെ പേരും തന്നെ ആയിരിക്കും, അഖിൽ വിനയ് എന്ന പേര് തന്നെ ആയിരിക്കും. അതിന്റെ കഥയൊക്കെ ഒത്തിരി വർഷം മുമ്പേ നമ്മുടെ കയ്യിലുണ്ട്. അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വന്തം ഞാൻ തന്നെ. സ്ക്രിപ്റ്റ് ആണോ അതോ ത്രെഡ് മാത്രമേ ഉള്ളൂ? അല്ലല്ല, ടോട്ടൽ. അപ്പം ആദ്യം അത് എന്റെ ബാൻഡ് ഫോം ചെയ്തത് 2015 അക്യൂസ്റ്റിക്. അന്ന് ഇത് വെറും ഒരു പാട്ട് മാത്രമായിരുന്നു, വൈകിട്ടില്ല എന്ന പാട്ട് മാത്രം. അപ്പൊ പിന്നെ ആലോചിച്ചപ്പോ അത് കുറച്ചുകൂടെ ഒന്ന് മൂവ് ചെയ്ത് ഒരു ആൽബം ലെവലിലൊക്കെ അഭിനയിച്ചെടുത്തൂടെ എന്ന് അങ്ങനെ ആയി. പിന്നെ വെക്കേഷൻ, നമ്മുടെ കൊറോണ സമയത്ത് അതൊരു ഷോർട്ട് ഫിലിം ആക്കി കൂടെ എന്നൊരു തോട്ട് വന്നു. ഇപ്പൊ അതായാലും നിൽക്കൂല, അത് കണ്ടതുകൊണ്ട് ഒരു വലിയ സാധനം മാറിയിട്ടുണ്ട്. കാര്യം നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് പോയിന്റ്സ് കയറിക്കൊണ്ടിരിക്കും. അപ്പം അതൊരു റൊമാൻറ്റിക് ലവ് ആക്ഷൻ ഡ്രാമ എന്ന രീതിയിൽ, ആക്ഷൻ എന്തായാലും ഉണ്ട്, അപ്പൊ ലവ് ആക്ഷൻ ഡ്രാമ എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് YDD ലൈവ്. അതായിരിക്കും അടുത്ത പ്രോജക്ട്. അത് വലിയൊരു ഒത്തിരി, അത് കുറച്ച് ബഡ്ജറ്റ് കൂടി. ഇത് നമ്മൾ എപ്പോഴും ചെയ്തതിൽ നിന്ന് അടുത്ത ലെവലിൽ കയറിയില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. നമുക്ക് എപ്പോഴും നന്നാവണം എന്നാണല്ലോ. അപ്പം വലുത് നമുക്ക് ഈ പറയും പോലെ കാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. അത് ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഭയങ്കര ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അതെങ്ങനെ താങ്കൾ അത് ഇതാക്കുന്നു? അത് കാരണം ഇത്രയും വർഷമായിട്ട് പൂർണ്ണമായിട്ടില്ലല്ലോ. എങ്ങനെ അത് ഒറ്റയ്ക്കാണ് തണ്ടി പോയാണ് മുമ്പ് സപ്പോർട്ടിന്? പിന്നെ ഫാമിലി ഉണ്ട്, ഫാമിലി ഉണ്ട്, റിലേറ്റീവ്സ്, പിന്നെ ഫ്രണ്ട്സ്. ഇപ്പൊ അതാണ് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ എടുക്കുന്ന പോയിസൺസ് വൈൻ ക്രൂവിനും തന്നെ എനിക്ക് ആവശ്യമുള്ള 1-2 ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റൂല. അത് എന്നെ കാണാൻ പറ്റിയ ഗുമ്മു അതുകൊണ്ട്. അപ്പം ഞാൻ മുമ്പത്തേല് എന്ത് ചെയ്തില്ല, അത് ഷോർട്ട് ഫിലിമില് ഫോറോ വിത്ത് ഷോർട്ട് ഫിലിം, അതില് ഞാൻ എന്ത് ചെയ്താൽ കൊള്ളാമായിരുന്ന ആൾക്കാർ പറഞ്ഞോ, അതിന് ഞാൻ ഇതിൽ കൊണ്ടുവരുത്തിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ പോയിസൺസ് വൈനിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കുറെ എല്ലാം ടാസ്കുകളാണ്. അപ്പൊ അത് എന്നെ വിശ്വസിക്കുന്ന ഒരു ക്രൂ ആണ്. അപ്പൊ അവരുടെ മുമ്പിൽ ഞാനത് ചെയ്ത് കാണിച്ചു, അവർ ഓക്കെ പറഞ്ഞു, അവരത് ഷൂട്ട് ചെയ്തു. ഇനി ഇത് ഇറങ്ങിയതിനു ശേഷം അറിയാം ആൾക്കാർ അടുത്ത് എന്ത് പറയുന്നു. അപ്പൊ അതനുസരിച്ച് അടുത്തതിൽ ചെയ്യാൻ പറ്റും, അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് കണ്ടുകൂടെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും, കാണാം എന്ന് പ്രിറ്റൻഡ് ചെയ്യും. പോയിസൺസ് വൈനിലും കാരണം അത് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നോക്കുന്നത് ഇപ്പം അതെങ്ങനെ, കാരണം ഇപ്പൊ അടുത്ത് തന്നെ ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ കറക്റ്റ് താങ്കൾ എന്നെ നോക്കുമ്പോ കറക്റ്റ് ഇത് ബ്ലൈൻഡ് ആണെന്ന് എനിക്കറിയില്ല. ശരി, ഈ ഒരു കുഴപ്പമേ ഉള്ളൂ. എപ്പോഴും ഒരുത്തിനും മനസ്സിലാക്കൂല, മനസ്സിലാക്കരുത്. അപ്പൊ അല്ലേ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോറോ വെറ്റിയിലാണെങ്കിലും പോയിസൺസ് വൈനിലാണെങ്കിലും ഞാൻ കാണാനുള്ള ആളായിട്ട് തന്നെ അഭിനയിച്ചത്. കാണാനുള്ള ആളായിട്ട് തന്നെ അങ്ങനത്തെ ക്യാരക്ടറിനാണ്. ഇപ്പൊ വൈദ്യുതിയിൽ അടുത്ത് വരുന്നതിലും അത്രയും ബ്ലൈൻഡ് ആയിട്ട് ഞാൻ ഇപ്പൊ എങ്ങനെയാണോ അതുപോലെ അഭിനയിക്കുക. കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടെന്നാണ് വിചാരിക്കും. കാരണം ഐബോൾ എനിക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള ഡയറക്ഷൻ ആരും തരണ്ട, എനിക്ക് എവിടെയാണോ നോക്കിയിട്ട് അഭിനയിക്കുക. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അല്ല മറ്റൊത്തിരി ടാസ്ക് ആണ്. കാര്യം നമ്മൾ എത്ര നന്നായിട്ട് അഭിനയിച്ചെന്ന് പറഞ്ഞാലും ഐബോൾ പോയി റീടേക്ക്. കാരണം അതിനും പ്രസക്തി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും.
അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടെ പാടാം പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ. ഇംഗ്ലീഷ് അതാണല്ലോ. ഇംഗ്ലീഷ് വേണ്ട. ഇംഗ്ലീഷ് എനിക്കൊരു ഒത്തിരി ബാക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ഒരു സുഖം. അത്രേ ഉള്ളൂ. ഇത് നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള പാട്ട് തന്നെയാണ്. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം, അതു നിൻ മന്ദഹാസമായി പ്രിയ തോഴി. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രിക വസന്തം. വാ തകർത്ത്. താങ്ക് യു. അവിടെ എന്നെ തോപ്പിച്ച് പറ്റണ പോലെ ചെയ്യണുള്ളൂ. ആണ് ഞാനൊരു പാട്ടുകാരനൊക്കെയാണ് എന്റെ അല്ല എന്നാണ് എന്റെ വിചാരം. അപ്പൊ നമുക്ക് ഒന്ന് ഗിറ്റാറൊന്ന് പ്രയോഗിച്ചാൽ ഔട്ട്സൈഡ് പ്രയാസമാണ്, കേൾക്കത്തില്ല. അത് അതിന്റെ ബ്യൂട്ടി ഭയങ്കര ഈ നമുക്ക് കോൺസെർട്ട് ഹാള് അടഞ്ഞത് അതുപോലെ അതിന് എന്നാൽ അതിന്റെ ആ ഒരു അതിന്റെ വില അങ്ങനെ മനസ്സിലായി. അതാണ്. അപ്പൊ എന്തായാലും സന്തോഷം. ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച് ഇത്രയും നേരം താങ്കളുടെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിന് ഇത്രയും നേരം സഹകരിച്ചതിനും നന്ദി. എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് 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 പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാവട്ടെ. എനിക്കും അതിൽ അഭിനയിക്കാൻ പറ്റട്ടെ. അല്ല വിളിക്കണം. എന്തായാലും താങ്ക് യു. ശരി. താങ്ക് യു. ബൈ. ഓക്കെ. താങ്ക് യു.